അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചോറിനൊക്കെ കൂടെ കൂട്ടാൻ പറ്റുന്ന വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട തോരനാണ്. അപ്പോൾ നമ്മളത് മുട്ടയൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മുടെ സവോള അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചവെള്ളം, പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി. ഇതിന് വെളുത്തുള്ളി ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിക്ക് അതാണ് അത് എണ്ണ അത്യാവശ്യം ചൂടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം. വളരെ വേഗമേ നമുക്ക് കൂട്ടാനൊന്നും ഇല്ലെങ്കിലും വളരെ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ്. സാധാരണ നമ്മൾ മുട്ട ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും മുട്ടയ്ക്കകത്തോട്ട് തന്നെ ഉള്ളിയിട്ട് അങ്ങ് മിക്സ് ചെയ്തല്ലേ നമ്മൾ എടുക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതെന്താ സംഭവം എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഉള്ളി ചില പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് വലിയ താല്പര്യം കാണില്ല. പക്ഷേ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളി ഉള്ളതായിട്ട് നമുക്കൊരു ഫീലേ വരത്തില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ മിക്സ് ചെയ്തേക്കാം. അതെ, നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട് അതിനനുസരിച്ച് നമ്മൾ മുട്ടയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഉള്ളിയാണെങ്കിൽ ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉള്ളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മുടെ പച്ചമുളകും ഇഞ്ചി കുനുകുന അരിഞ്ഞ ഇഞ്ചി അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഇതെല്ലാം തയ്യാറാകുമ്പോഴത്തേനും നമ്മുടെ ഉള്ളി റെഡിയാകുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് അഥവാ കുറഞ്ഞു പോയാൽ നമുക്ക് അവസാനം വീണ്ടും ഒന്നുകൂടെ ചേർക്കാം. ഓംലെറ്റിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മുടെ ഉള്ളി വഴറ്റാനായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അനുസരിച്ചിട്ട് ഉള്ളി ചേർത്തിട്ടാൽ മതിയോ? അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം വഴന്ന് നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മുട്ട ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതുണ്ടല്ലോ വളരെ സിമ്പിളുമാണ്, ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല പൊരിപൊരാന്ന് നമുക്ക് ഇതാക്കി എടുക്കണം. നന്നായിട്ട് അങ്ങ് ഇളക്കിയാൽ മതി. ഇളക്കി യോജിപ്പിച്ച് തരി പോലെ. അപ്പോൾ ഇത് നമുക്ക് കറിവേപ്പിലൊക്കെ ചേർക്കാം. ഇഷ്ടം പോലെ കറിവേപ്പില അതിനോട് ചേർക്കാം. തേങ്ങ വേണമെങ്കിൽ ചേർക്കാം. എന്ത് വേണമെങ്കിലും ചേർക്കാം, കുഴപ്പമില്ല. തേങ്ങയൊക്കെ ചേർത്ത് നമ്മുടെ ഒരു നാടൻ എന്താ പറയുക ഒരു രുചി ലുക്ക് കിട്ടും. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. അതതിൻ്റെ ഒരു പ്രത്യേകത. നന്നായിട്ട് ഇളക്കാം. ചെറിയ ഉള്ളിയാണെങ്കിൽ ഉണ്ടല്ലോ കുറെ കൂടെ നല്ലതായിരിക്കും. നന്നായിട്ട് പൊടിയണം. ഇങ്ങനെ പൊടിഞ്ഞ് നല്ല വൃത്തിയായിട്ട് സംഭവം. സാധാരണ നമ്മൾ പാൻ്റൊക്കെ വെച്ച് ഇളക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ചീനച്ചട്ടിയാണ് അതിനകത്ത് ബെസ്റ്റ്. വെള്ളം ചെയ്യാം, ചീനച്ചട്ടി വെള്ളം ചെയ്യാം. നമുക്കിത് നല്ലതായിട്ട് തരിയായിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ടിഫിനൊക്കെ എടുക്കുമ്പോൾ വേണം കൊടുത്ത് കൊണ്ടുപോകാനൊക്കെ ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഇതിൻ്റെ അകത്ത് മുട്ടയ്ക്കകത്ത് തന്നെ ഇട്ട് ഇളക്കി അങ്ങനല്ലേ നമ്മുടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഉള്ളിയുടെ ആ ഒരു എന്താ പറയുക നമ്മൾ സാധാരണ ഉള്ളിയുടെ ഒരു രുചി അങ്ങനെ കടിക്കുന്ന ഒരു അത് ഇപ്പോൾ പിള്ളേർക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യം വരുന്നില്ല. അപ്പോൾ ഈ പരിപാടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ വലിയ ഉണ്ടാകുന്ന ഒരു ഫീലേ വരുന്നില്ല. അത് പിന്നെ മുളകൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പ് മതിയൊന്നും. അപ്പോൾ എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അത് കുറച്ച് തേങ്ങാപ്പീരെ പിന്നത് നമ്മുടെ കറിവേപ്പില കൂടെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അതും കൂടെ ഇട്ട് ചെയ്തു. അപ്പം ഇതുപോലെ ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് ഈ മുട്ട ഒന്ന് തോരൻ വെച്ച് നോക്ക്. സാധാരണ ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഇതിനെന്താ പ്രത്യേകത എന്നുള്ളത് മനസ്സിലാവും. നന്നായിട്ട് വഴറ്റിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ എന്താ പറയുക, നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഇത് അറിയാൻ പറ്റാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.